പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വന്ന് നാട്ടിൽ ഡയറക്റ്റ് പ്രാക്ടീസ് ചെയ്യായിരുന്നു വിത്തൗട്ട് എനി എക്സാം. Hi, I am Rashid Ali, Overseas Education Consultant. I have been working 16 years the same field. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിദേശ മെഡിക്കൽ പഠന സംബന്ധമായിട്ട് റഷ്യ എന്ന കൺട്രിയെ സംബന്ധിച്ചാണ്. വിദേശ മെഡിക്കൽ പഠന സംബന്ധമായി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് റഷ്യയെ ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് വിദേശത്ത് മെഡിക്കൽ പഠനത്തിന് പോയിക്കൊണ്ടിരുന്ന റഷ്യയിലേക്കാണ്. 2002 MCAയുടെ പുതിയ അമെന്റ്മെന്റ് വരുന്നതിന് മുമ്പ് റഷ്യയിലേക്കാണ് മെഡിക്കൽ പഠനത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്നും സ്റ്റുഡൻസ് പോയിക്കൊണ്ടിരുന്നത്. അക്കാലഘട്ടത്തിൽ റഷ്യയിൽ പോയി 1 ഇയർ റഷ്യൻ ലാംഗ്വേജ് ചെയ്ത് റഷ്യൻ മീഡിയത്തിലായിരുന്നു മെഡിക്കൽ പഠനം. അങ്ങനെ 6-7 വർഷം 8 വർഷം പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വന്ന് നാട്ടിൽ ഡയറക്റ്റ് പ്രാക്ടീസ് ചെയ്യായിരുന്നു വിത്തൗട്ട് എനി എക്സാം. അക്കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ റഷ്യയിൽ അപ്രൂവ് ചെയ്ത ഒരു ലിസ്റ്റ് തന്നെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിപ്പോഴും മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. 2002 പുതിയ നോട്ടിഫിക്കേഷൻ വന്നു, സ്ക്രീനിങ് ടെസ്റ്റ് എന്ന ഒരു റൂൾ വന്നു 2002. അതുവരെ റഷ്യ ആയിരുന്നു മെഡിക്കൽ പഠനത്തിന് വേണ്ടിയിട്ട് സ്റ്റുഡൻസ് ഓപ്റ്റ് ചെയ്തിരുന്നത്. അത് റഷ്യൻ ലാംഗ്വേജ്. ഇപ്പോൾ ലാംഗ്വേജ് എല്ലാം മാറി ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ റഷ്യയിൽ പ്രോഗ്രാം അവൈലബിൾ ആണ്. അപ്പോൾ റഷ്യയുടെ ജിയോഗ്രഫിക്കലി സൈഡ് നോക്കുകയാണെങ്കിൽ റഷ്യ നിങ്ങൾക്കറിയാം വേൾഡിലെ ഏറ്റവും വലിയ കൺട്രിയാണ് റഷ്യ. ഏകദേശം ഇന്ത്യയുടെ 7-8 മടങ്ങോളം വലുപ്പമുള്ള ഒരു 17 മില്യൺ കിലോമീറ്റർ സ്ക്വയർ വലുപ്പമുള്ള ഒരു കൺട്രിയാണ് റഷ്യ. റഷ്യയിലെ പോപ്പുലേഷൻ ഇത്രയും വലിയ കൺട്രി ആണെങ്കിലും അവിടുത്തെ പോപ്പുലേഷൻ വളരെ കുറവാണ്. 14.4 കോടി ജനങ്ങളാണ് ഇത്രയും വലിയ കൺട്രിയിലുള്ളത്. അപ്പൊ അതുകൊണ്ട് താരതമ്യേന പോപ്പുലേഷൻ വളരെ കുറവാണ്. അതുപോലെ തന്നെ റഷ്യയുടെ നൈബർ കൺട്രീസ് നിങ്ങൾക്കറിയാം, ഇത്രയും ഒരു വലിയ കൺട്രി ആകുമ്പോൾ തന്നെ ഒത്തിരി നൈബർ കൺട്രീസ് ഉണ്ടാവും. അതിൽപ്പെട്ട ചൈന, യുക്രൈൻ, അതുപോലെ കസാക്കിസ്ഥാൻ, ഫിൻലാൻഡ്, അതുപോലെ അമേരിക്കയുടെ ചില പാർട്ടുകൾ, ഇതെല്ലാം തന്നെ റഷ്യയുടെ നൈബർ കൺട്രീസ് ആണ്. അതുപോലെ റഷ്യയിലെ മേജർ സിറ്റി എന്ന് പറയുന്നത് മോസ്കോ, സെന്റ് പീറ്റേഴ്സ്ബർഗ്, അതുപോലെ കസാൻ, മേജർ എക്സ്പെൻസീവ് സിറ്റീസ്. അതുപോലെ റഷ്യയിലെ ലാംഗ്വേജ് റഷ്യൻ ലാംഗ്വേജ് ആണ്, നിങ്ങൾക്കറിയാം. അതുപോലെ റഷ്യയുടെ കറൻസി റൂബിൾസ് ആണ്. ഒരു റൂബിൾ INR-ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം സെയിം ആണ്. 1.2 ആ റേഞ്ചിലാണ് റൂബിളിന്റെ വാല്യൂ ഉള്ളത്. റഷ്യയിലെ ടൈം ഡിഫറൻസ്, റഷ്യയും ഇന്ത്യയുമായിട്ടുള്ള ടൈം ഡിഫറൻസ് 2.5 മണിക്കൂർ ആണ്. ഈ 2.5 മണിക്കൂർ ബാക്കിലാണ് റഷ്യയുടെ ടൈം കിടക്കുന്നത്. റഷ്യയിലേക്കുള്ള ഫ്ലൈയിങ് അവേഴ്സ്, ഇപ്പോൾ കേരളത്തിൽ നിന്ന് റഷ്യയിലേക്ക് പോവുകയാണെങ്കിൽ നോർമലി നമ്മൾ സ്റ്റുഡൻസ് ഒക്കെ പോകാറുള്ളത് ഡൽഹി വഴിയാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് കാലിക്കറ്റ് ആണെങ്കിൽ കാലിക്കറ്റ് ടു ഡൽഹി, അല്ലെങ്കിൽ കൊച്ചി ടു ഡൽഹി, ദെൻ ഡൽഹി ടു മോസ്കോ ആണ് പോവുക. മോസ്കോ എന്നാണ് നോർമലി മറ്റുള്ള പാർട്ടിലേക്ക് പോകാറുള്ളത്. അപ്പോൾ മോസ്കോ ആണ് മെയിൻ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഡൽഹിയിൽ നിന്ന് മോസ്കോയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ്, എയറോഫ്ലോട്ട് പോലത്തെ ഡയറക്റ്റ് ഫ്ലൈറ്റുകളുണ്ട്. അപ്പോൾ മോസ്കോന്ന് പിന്നെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റോ അല്ലെങ്കിൽ വയ ട്രെയിനോ ഒക്കെയാണ് അടുത്തുള്ള പ്രൊവിൻസിലേക്ക് സ്റ്റുഡൻസ് യാത്ര ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ അധിക സ്റ്റുഡൻസും മോസ്കോ സറൗണ്ട്സിലുള്ള യൂണിവേഴ്സിറ്റികളാണ് സെലക്ട് ചെയ്യാറ്. പോക്കുവരവിനും അതുപോലെ തന്നെ മറ്റുള്ള ഇതും ആലോചിച്ചിട്ടാണ് മോസ്കോന്റെ അടുത്തുള്ള പ്രൊവിൻസിലുള്ള യൂണിവേഴ്സിറ്റീസ് ആണ് നോർമലി സെലക്ട് ചെയ്യാറ്. റഷ്യയിലെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ തണുപ്പാണ് അധികവും. അവിടെ മോഡറേറ്റ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ 20-25 ആണ്. വിന്റർ സമയത്ത് നോർത്തേൺ സൈഡിലേക്കൊക്കെ പോവുകയാണെങ്കിൽ -30-35 ആ റേഞ്ചിലേക്കൊക്കെ വരും. ഓക്കെ, അവിടുത്തെ റഷ്യയിലെ മോഡറേറ്റ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20-25 ആ റേഞ്ചാണ് മോഡറേറ്റ് ക്ലൈമറ്റ് വരുന്നത്. പക്ഷെ ഇങ്ങനത്തെ കൺട്രികളെല്ലാം തന്നെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ തണുപ്പുള്ള കൺട്രികളാണ് എങ്കിലും ആ തണുപ്പിനെ അതിജീവിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ടാവുമെന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ക്ലാസ് റൂം ആണെങ്കിലും അതുപോലെ ഹോസ്റ്റൽസ് ആണെങ്കിലും ഈവൻ ഷോപ്സുകളാണെങ്കിലും എല്ലാം തന്നെ തണുപ്പുള്ള സമയത്ത് ഹീറ്റർ ഫെസിലിറ്റീസ് എല്ലാം.
അപ്പോൾ പുറത്തിറങ്ങുന്ന സമയത്ത് മാത്രം കെയർ ചെയ്താൽ മതി. അകത്ത് എവിടെയാണ് നിൽക്കുന്നത് അതെല്ലാം ഹീറ്റിംഗ് ഫെസിലിറ്റീസ് ഉണ്ടാവും എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കാം. അപ്പോൾ റഷ്യയുടെ ഒരു ഓവറോൾ ജിയോഗ്രഫിക്കലി ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി നമുക്ക് റഷ്യയുടെ അക്കാഡമിക് സെക്ടറിലേക്ക് കിടക്കുകയാണ്. റഷ്യയിലെ മെഡിക്കൽ പ്രോഗ്രാം 6 years ആണ്. MD എന്നാണ് അവർ കൊടുക്കുന്ന ഡിഗ്രി, ഇക്വലന്റ് MBBS. നമുക്ക് നാട്ടിൽ MBBS എന്ന ബോർഡാണ് വെക്കാൻ പറ്റുക. അപ്പോൾ MBBSന്റെ ഇക്വലന്റ് ആയിട്ടുള്ള MD എന്ന പ്രോഗ്രാം 6 years പ്രോഗ്രാം ആണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ സെമസ്റ്റർ ബേസ് ആണ് അവിടുത്തെ പ്രോഗ്രാംസ്. എക്സാം ആണെങ്കിലും എല്ലാം സെമസ്റ്റർ ആണ്. 6 വർഷത്തേക്ക് 12 സെമസ്റ്റർ ആണ് ഉണ്ടാവുക. ഓക്കെ, അതുപോലെ സ്റ്റുഡൻസ് ഫാക്കൽറ്റി റേഷ്യോ വളരെ കുറവാണ്. 10 to 15 ആണ് സ്റ്റുഡൻസ് ഫാക്കൽറ്റി റേഷ്യോ വരുന്നത്. എപ്പോഴും റഷ്യയിൽ പോകുന്ന സമയത്ത് മേജറായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയം ലാംഗ്വേജ് ആണ്. റഷ്യയിൽ ഇംഗ്ലീഷ് മീഡിയം പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. എന്നാലും ചില യൂണിവേഴ്സിറ്റികളിലെല്ലാം തന്നെ ബൈലിംഗൽ പ്രോഗ്രാം ആണ്. ബൈലിംഗൽ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 3 വർഷം ഇംഗ്ലീഷ് ആയിരിക്കും, ദെൻ ബാലൻസ് 3 years റഷ്യൻ ലാംഗ്വേജ് ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ 3 വർഷം എല്ലാ യൂണിവേഴ്സിറ്റികളിലും അവർ റഷ്യൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട്. അത് നോർമലി എല്ലാ കൺട്രിയിലും അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അത് പേഷ്യൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാം. പക്ഷെ റഷ്യയിൽ ചില യൂണിവേഴ്സിറ്റികളിൽ ആഫ്റ്റർ 3 years പ്രോഗ്രാം റഷ്യൻ ലാംഗ്വേജിലായിരിക്കും. റഷ്യയിലേക്ക് പോകുമ്പോൾ ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പോകുന്ന യൂണിവേഴ്സിറ്റി ഫുൾ ഇയേഴ്സ് ഇംഗ്ലീഷ് മീഡിയം പ്രോഗ്രാം ആണോ എന്ന് കെയർ ചെയ്ത് പോകുന്നത് നന്നായിരിക്കും. അതല്ല, നമുക്ക് റഷ്യൻ ലാംഗ്വേജ് പഠിച്ച് റഷ്യൻ ലാംഗ്വേജിലാണ് പ്രോഗ്രാം താല്പര്യമെങ്കിൽ കുഴപ്പമില്ല. റഷ്യയില് മെഡിക്കൽ പഠനത്തിന് പോകുന്ന സ്റ്റുഡൻസിന് അവരെത്തിയ ഉടനെ ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. അതെല്ലാവരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അത് റഷ്യ, അതുപോലെ തന്നെ റഷ്യൻ സ്പ്ലിറ്റ് ആയ ഉക്രൈൻ അതുപോലത്തെ കൺട്രികളിലെല്ലാം തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അതൊരു ടെസ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് ഒരു എൻട്രൻസ് എക്സാം ഉണ്ടാവും. നോർമലി അതിനാലും ഫെയിൽ ആവാറില്ല. അതൊരു ഫോർമാലിറ്റി എക്സാം ആണ്. അങ്ങനെ ഒരു എക്സാം ഉണ്ടാവും. അവിടെ എത്തിയ ഉടനെ തന്നെ യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാം ആണ്. പിന്നെ അതുപോലെ ഞാൻ ഈ വീഡിയോയിലും പറയാനുള്ള പോലെ തന്നെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് വേണം പോവാൻ. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റി മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ ലിസ്റ്റഡ് ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അറ്റ് പ്രസന്റ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ 54 യൂണിവേഴ്സിറ്റികളാണ് റഷ്യൻ ഫെഡറേഷൻ്റെത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിൽപ്പെട്ട യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നെങ്കിൽ മാത്രമാണ് നമുക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുകയുള്ളൂ. ദെൻ ഇനി നമുക്ക് റഷ്യയിലെ ഫീസ്, അവിടുത്തെ ഫീ എക്സ്പെൻഡിച്ചർ എങ്ങനെയെന്ന് നോക്കാം. റഷ്യയിലെ പൊതുവെ ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെ ഇന്ത്യൻ റുപ്പീസായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2.5 ലക്ഷം മുതൽക്കാണ് റഷ്യയിൽ യൂണിവേഴ്സിറ്റികളിൽ ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2.5, 3, 3.5, 4 അങ്ങനെയാണ് പെർ ഇയർ ട്യൂഷൻ ഫീസ് വരുന്നത്. ഡോളറിലേക്ക് പറയുകയാണെങ്കിൽ $3,500, $3,700 മുതൽക്കാണ് റഷ്യയിൽ നോർമൽ ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും റഷ്യയിൽ ഫീസ് കുറവുള്ള യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുമ്പോൾ അത് അധികം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ബൈലിംഗൽ പ്രോഗ്രാം ആയിരിക്കും. ഓക്കെ, ഒരു മോഡറേറ്റ് ഫീ എന്ന് പറയുമ്പോൾ ഒരു $4,000-4,500 ആണ് പെർ ഇയർ അവിടുത്തെ ഫീസ്. അപ്പോൾ ഓവറോൾ അതുപോലെ ലിവിംഗ് കോസ്റ്റ് അത് നോർമലി എല്ലായിടത്തും പോലെ തന്നെ റഷ്യയിലും 1 lakh 1.25 ആ റേഞ്ചാണ് പെർ ഇയർ വരുന്നത്. ലിവിംഗ് കോസ്റ്റ് മീൻസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒരു 1 lakh 1.25 ആ റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ഓവറോൾ പാക്കേജ് പറയുകയാണെങ്കിൽ റഷ്യയിൽ ഒരു 23-25 മുതൽക്ക് പാക്കേജുകൾ റഷ്യൻ യൂണിവേഴ്സിറ്റികളിൽ അവൈലബിൾ ആണ്. പിന്നെ ഡോക്യുമെന്റ്സ്, റഷ്യയിലേക്ക് വേണ്ട ഡോക്യുമെന്റ്സ് പൊതുവെ ഞാൻ വിദേശ മെഡിക്കൽ പഠനത്തിൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ട്, എന്നാലും റഷ്യയിലേക്ക് വേണ്ട ഡോക്യുമെന്റ്സ് ജസ്റ്റ് ഒന്ന് പറയാം. സർട്ടിഫിക്കറ്റ്സ് കോപ്പീസ് 10th 12th, ദെൻ നീറ്റിന്റെ കോപ്പി വേണം നാട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ. അതുപോലെ പാസ്പോർട്ട്, ഫോട്ടോ. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഡോക്യുമെന്റ്സ്, ഒറിജിനൽ ഡോക്യുമെന്റ്സ് MEA അറ്റസ്റ്റ് ചെയ്യണം, അതോ അപ്പോസ്റ്റ് ചെയ്യണം. ഓക്കെ, പാസ്പോർട്ട് നിങ്ങൾക്കറിയാം, വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും പാസ്പോർട്ട് വേണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഓവറോൾ റഷ്യയിലെ മെഡിക്കൽ വിദ്യാഭ്യാസത്തെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും വിദേശ മെഡിക്കൽ പഠന സംബന്ധമായിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എൻ്റെ നമ്പർ ഇതിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് വിളിക്കാം. ഇനി നമുക്ക് ഒരു പുതിയ കൺട്രി അവിടുത്തെ വിശേഷങ്ങളുമായി ഇനിയും കാണാം. ഓക്കെ, ബൈ.